ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ പ്രമേയത്തിന് പിന്നാലെ സമസ്തയെ അനുനയിപ്പിക്കാൻ ഒരുങ്ങുന്ന മുസ്ലിം ലീഗ് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജമാഅത്തുമായി രാഷ്ട്രീയ സഖ്യമില്ലെന്നും വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക നീക്കുപോക്ക് മാത്രമാണ് ഉണ്ടായതെന്നുമാണ് ലീഗ് വിശദീകരണം. ജമാഅത്തെ പരസ്യമായി പിന്തുണയ്ക്കേണ്ടതില്ല എന്ന ലീഗ് മുന്നണിയിൽ അറിയിച്ചേക്കും. സംസ്ഥാന നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നതാണ് ലീഗിന് ആശങ്ക. വിഷയം വാപോയ കത്തി പോലെയായിരുന്നുവെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത് ഏതാണ്ട് ഒരു വായി പോയ ഒരു കത്തിയായി മാറി. ഇനി അതുകൊണ്ട് നടക്കണ്ട. മുബഷീർ പി അക്ബറാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. മുബഷീർ, അങ്ങനെ അങ്ങ് പറഞ്ഞൊഴിയാൻ കഴിയുമോ? ഏതായാലും സമസ്തയെ ഏത് രീതിയിലായിരിക്കും ലീഗ് അനുനയിപ്പിക്കുക? UDF യോഗത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് വിരുദ്ധമായൊരു നിലപാട് സ്വീകരിക്കുമോ ലീഗ്? ജമാഅത്ത് ഇസ്ലാമിയെ പരസ്യമായി പിന്തുണച്ചുകൊണ്ടുള്ള വി ഡി സതീശന്റെ തുടർച്ചയായിട്ടുള്ള പ്രതികരണങ്ങളാണ് സമസ്തയെ ചൊടിപ്പിച്ചത്. അത് തന്നെയായിരുന്നു സമസ്തയുടെ പ്രധാനപ്പെട്ട 100ാം വാർഷികത്തിൽ വെച്ച് ഇത്തരമൊരു പ്രമേയം അവതരിപ്പിക്കുന്നതിലേക്കും നയിച്ചത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ നിലപാട് UDF വിരുദ്ധമാകുമോ, UDF തിരിച്ചടിയാകുമോ എന്ന ആശങ്ക മുസ്ലിം ലീഗിനുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ് EK സമസ്ത വിഭാഗം, നമുക്കറിയാം. വിശേഷം പരസ്യമായിട്ട് അവർ ഇത്തരമൊരു പ്രമേയം അവതരിപ്പിച്ച് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ നിലപാട് കടുപ്പിച്ച സാഹചര്യത്തിൽ സമസ്തയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം വെൽഫെയർ പാർട്ടിയുമായിട്ടൊരു പ്രാദേശിക നീക്കുപോക്ക് മാത്രമായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്, അല്ലാതെ ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണച്ചിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകളിൽ ഒരു കുറവ് വരുത്തണമെന്നൊരു അഭിപ്രായം മുസ്ലിം ലീഗ് മുന്നോട്ട് വ്യക്തമാണ്. മുബഷീറാണ് വിശദാംശങ്ങൾ നൽകിയത്.